അപ്പോൾ ഇന്നത്തെ പണി ഇങ്ങനെ പോവുക. അപ്പോൾ മിഞ്ഞാന്ന് 2 ദിവസം മുന്നേ ഞാൻ ഈ ഒരു പൊതിയും കാണിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇങ്ങോട്ട് എത്താനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് നടക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. എൻ്റെ ഏറ്റവും വലിയ പാഷനാണ്. പക്ഷേ ഒരു 4-5 വർഷത്തിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് എനിക്കത് കിട്ടിയിട്ടില്ല. ലാസ്റ്റത്തെ ഒരു 6-7 മാസം എനിക്ക് കുഴപ്പമില്ലാത്തൊരു ഫോളോവേഴ്സ്, ഇപ്പൊ കാണുന്ന ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഞാൻ ഇതൊക്കെ ഒഴിവാക്കി. ഇനിയിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതായാലും നമ്മുടെ സാഹചര്യം അങ്ങനെയാണെന്നുള്ള ലെവലിക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചു വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്, ഇജ്ജ് വീഡിയോ ചെയ്ത് നിർത്തണ്ട, ഇജ്ജ് അത് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഒഴിവ് സമയം നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും എൻ്റെ ഒരു ഇതിന് ചെയ്തുകൊണ്ട് വീഡിയോ ഒഴിവാക്കരുത് എന്നൊക്കെ ഓനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങനെ ഇനി ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ ഞാൻ ഈ ഒരു ഇത് കാണിച്ചിട്ട് എൻ്റെ മനസ്സിലപ്പോൾ ഇതാ ഈ വൈക്കെന്ന് എനിക്ക് തോന്നിയ സമയത്ത് അപ്പം തോന്നി ഞാൻ ഇട്ട്. പക്ഷെ അത് എൻ്റെ കരിയറിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷെയർ പോയ ഒരു വീഡിയോ ആയി മാറി. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷെ ഭയങ്കരമായി പോയി. പിന്നെ ഞാൻ ഈ നടക്കണതാ ഈ ഒരു ഏരിയ വരെ കണ്ടിട്ട് ആൾക്കാർ ഇന്ന സ്ഥലമല്ലേ, അതല്ലേ, ഇതല്ലേ, എവിടെ റൂം, എവിടെ, അങ്ങനെ ഇങ്ങനെ ജോബ് എന്താ, ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. കമന്റ് തന്നെ വന്നിരിക്കണം ഇഷ്ടം പോലെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഭയങ്കര നന്ദി. പിന്നെ ഇവിടെ ഞാൻ എവിടെ ഉള്ളതെന്നും എൻ്റെ ജോബ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് വ്ളോഗായിട്ട് തന്നെ ഇടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും വലിയൊരു താങ്ക് യു. കാരണം എനിക്ക് ഇവിടെ വന്നിട്ടും വീഡിയോ ചെയ്യാനുള്ളൊരു സത്യം പറഞ്ഞ കോൺഫിഡൻസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഫോളോ ചെയ്യേണ്ടവർക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, ബൈ.